താങ്കളിപ്പോൾ HNR ബ്ലോക്കിൽ സീനിയർ ടെസ്റ്റ് ലീഡായിട്ട് വർക്ക് ചെയ്യുകയാണല്ലോ. അപ്പോൾ IT ഫീൽഡിലെ ഈ ഒരു ജേണി അല്ലെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസിനെ പറ്റി ഒന്ന് പറയാമോ? ഓക്കെ, ഞാൻ ആക്ച്വലി ആക്സിഡൻ്റലായിട്ട് IT ഫീൽഡിൽ എത്തിയ ഒരാളാണ്. ബിക്കോസ് ഞാനൊരു BSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ പയ്യന്നൂർ കോളേജിലാണ് പഠിച്ചത്. അവിടുന്ന് ഒരു ലെക്ചറിങ്ങിൽ പോകണം അല്ലെങ്കിൽ ടീച്ചിങ്ങിലേക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ BSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആകുക എന്നുള്ള പോയത്. പിന്നെ അവിടെ നിന്ന് MSc ചെയ്യാൻ വേണ്ടി പോയി. MSc ചെയ്യാൻ വേണ്ടി പോയത് ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച സബ്ജക്റ്റ് എനിക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ തിരിച്ചു വന്ന് വീണ്ടും ബാങ്ക് കോച്ചിങ്, അതുപോലെയുള്ള സ്ഥിരം എല്ലാവരും ചെയ്യുന്ന PSC ബാങ്ക് കോച്ചിങ്, ആ വഴിയിലേക്കൂടെ പോയപ്പോൾ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. അതായത് ഈ ബാങ്ക് കോച്ചിങ്ങിന് സെഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ ടീച്ചിങ്ങിലേക്ക് ഞാൻ തിരിച്ചെത്തി എന്നുള്ള ഒരു ആഗ്രഹം, അല്ലെങ്കിൽ ഞാൻ എന്താണോ വിചാരിച്ചത് അതിലേക്ക് ഞാൻ തിരിച്ച് പോവുകയാണ് എന്നുള്ളൊരു സമയത്താണ് ആക്ച്വലി വളരെ ആക്സിഡൻ്റലായിട്ട് എനിക്ക് ഇൻഫോസിസിൻ്റെ ഒരു ഓഫ് ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എനിക്ക് ടെസ്റ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് BSc ഗ്രാജുവേറ്റ്സിന് മാത്രം ഇൻഫോസിസ് പ്രൊവൈഡ് ചെയ്യുന്നൊരു പൊസിഷൻ ഉണ്ട്, ടെസ്റ്റിംഗ് എക്സിക്യൂട്ടീവ്. അത് കിട്ടുന്നത്. അപ്പോൾ മൈസൂർ വെച്ച് 3 മാസത്തെ ക്യാമ്പ് അല്ലെങ്കിൽ 3 മാസത്തെ അവരുടെ ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ശരിക്കും എന്താണ് IT ഫീൽഡ്, അല്ലെങ്കിൽ IT ഫീൽഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ടെസ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ടെസ്റ്റർ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി അനലൈസർ എന്ന് പറയുന്ന ആൾ ഒരു ക്വാളിറ്റി ഡെവലപ്മെൻറ്റിൽ അത് പ്രൊഡക്ഷനിൽ എത്തുന്നത് വരെ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് കിട്ടിയത്. അപ്പം കുറച്ചും കൂടി നമുക്കൊരു എന്താ പറയുക, കൂടുതൽ അതെങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആയി. ശരിക്കും BScന്ന് ഞാൻ അവിടെ IT ഫീൽഡിലേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ ഇൻഫോസിൽ വന്നപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് നാളെന്ന് പറഞ്ഞാൽ വളരെ സ്ട്രഗ്ലിംഗ് ആയിരുന്നു. ബിക്കോസ് BSc ഫിസിക്സും IT ഫീൽഡും തമ്മിൽ ഒരു ബന്ധമില്ല. അപ്പം അവിടെ പോകുമ്പോൾ ജാവ പഠിക്കണം, അല്ലെങ്കിൽ പൈത്തൺ പഠിക്കണം, അല്ലെങ്കിൽ കൊബോൾ പഠിക്കണം. ഇങ്ങനത്തെ ലാംഗ്വേജിൻ്റെ ഞാൻ ഈ കൊബോൾ എന്ന് പറയുന്ന ലാംഗ്വേജൊക്കെ ഫസ്റ്റ് ടൈം കേൾക്കുന്നത് തന്നെ ആ ഒരു സ്ഥലത്ത് പോകുമ്പോഴാണ്. അപ്പം അതിലായിരുന്നു എനിക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പഠിച്ച് അവിടുന്ന് എങ്ങനെയൊക്കെ സത്യം പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ശരിക്കും ഞാനത് പാസ്സായത്. കാരണം അവിടെ എക്സാംസ് ഉണ്ട്, എക്സാം പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ജോലി കിട്ടത്തുള്ളൂ, അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ പഠിച്ച് സ്ട്രഗിൾ ചെയ്ത് പാസ്സായി. ഞാൻ ട്രിവാൻഡ്രം ഇൻഫോസിസിലായിരുന്നു എൻ്റെ ആദ്യത്തെ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോജക്റ്റിൽ. അവിടെ എത്തിയപ്പോൾ ശരിക്കും ട്രിവാൻഡ്രം ഇൻഫോസിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും നാൾ കേട്ടുകൊണ്ടിരുന്ന ഒരു IT ഇൻഡസ്ട്രിയുടെയോ അല്ലെങ്കിൽ ആ ഒരു എൻവയോൺമെൻറ്റേ ആയിരുന്നില്ല. ബിക്കോസ് നമ്മുടെ ഒരു കോളേജ് പോലെയൊക്കെ ആയിരുന്നു ആദ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് അവിടെ സ്പോർട്സ് ഉണ്ട്, ആർട്സ് ഉണ്ട്, അവിടെ ഈ ഓണം സെലിബ്രേഷൻ വരുന്ന ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇത് കുറച്ചും കൂടി നമ്മളെ എവിടെയാണോ നമ്മുടെ കോളേജ് ലൈഫ് അവസാനിപ്പിച്ചത് അവിടെ നിന്ന് വീണ്ടും ഒരു സ്റ്റാർട്ടിങ് പോലെ എനിക്ക് തോന്നി. പക്ഷേ പാരലലി IT അല്ലെങ്കിൽ ജോബ് എന്ന് പറയുന്നൊരു സാധനം അവിടെ ഉണ്ട്. അതായത് നമുക്ക് നമ്മുടെ ജോലിയിൽ നിന്ന് മുമ്പോട്ട് പോകണമെങ്കിൽ ഇതിൽ നിന്ന് പഠിച്ചാലേ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ ഒബ്വിയസ് ആയിട്ട്. അപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് ആയിരുന്നു ആദ്യം ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. മാനുവൽ ടെസ്റ്റിംഗ് എല്ലാവർക്കും അറിയാം, ജസ്റ്റ് ഒരു ടെസ്റ്റ് കേസ് എഴുതുക, അത് എക്സിക്യൂട്ട് ചെയ്യുക, ഒരു ആപ്ലിക്കേഷനിൽ പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുണ്ടോ, നമ്മുടെ റിക്വയർമെൻറ്റ് ബേസ് ചെയ്ത് നോക്കുക എന്ന് മാത്രമായിരുന്നു. പക്ഷേ അതല്ല അതിൻ്റെ പ്രോപ്പർ ഒരു വേ, അല്ലെങ്കിൽ അത് മാത്രമല്ല നമ്മൾ ഈ ഒരു ടെസ്റ്റിംഗ് എന്ന് പറയുന്ന സാധനത്തിന് കുറച്ചും കൂടി മുകളിലോട്ട് പോകണമെങ്കിൽ ഒരു ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്നൊരു സാധനം അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതും അത് എങ്ങനെ പഠിക്കാമെന്നായിരുന്നു പിന്നെ എൻ്റെ ഒരു ഐഡിയ. അവിടുന്ന് പിന്നെ ലാംഗ്വേജ് പഠിക്കണം, കാരണം ഓട്ടോമേഷൻ ചെയ്യണമെങ്കിൽ കോഡിംഗ് ലാംഗ്വേജ് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ജാവ ഫസ്റ്റ് ചെയ്തു, ജാവ പഠിച്ചു. അവിടെ തന്നെ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കോഴ്സസ് ഉണ്ട്, അതുവഴി ജാവ പഠിച്ചു. ജാവയിൽ തന്നെ ചെറുങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങി, ഓട്ടോമേഷൻ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അവിടുന്ന് ഞാൻ സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ എന്നെ അവിടെ ഏൽപ്പിച്ച പ്രോജക്ട്സ് ആക്ച്വലി ഓട്ടോമേഷൻ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമായിരുന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് പാരലലി ഓട്ടോമേഷൻ ചെയ്യാനുള്ള അവസരങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഓട്ടോമേഷൻ കൂടുതൽ പഠിച്ച് ജാവ കോഡിംഗ് അല്ലെങ്കിൽ ജാവ എന്ന് പറയുന്ന ലാംഗ്വേജിനെ കുറച്ചും കൂടി മനസ്സിലാക്കാനും പഠിച്ച് അത് ഓട്ടോമേഷൻ അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിങ്ങിലൊക്കെ എങ്ങനെ ഉപകാരപ്പെടാം അല്ലെങ്കിൽ ഓട്ടോമേഷനിൽ എങ്ങനെ യൂസ് ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതിന് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മളെ പിയറായിട്ട് നിന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സ്, മാനേജേഴ്സ് അല്ലെങ്കിൽ ലീഡ്സ് ആയിട്ടുള്ളവർ നമുക്ക് നിരന്തരമായിട്ട് നമ്മളോട് ഓക്കെ ഇത് ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ബിക്കോസ് സാധാരണ ഒരു ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ ഓട്ടോമേഷൻ കോഡിങ്ങും ലാംഗ്വേജ് ഒന്നാണെങ്കിൽ പോലും അതിൻ്റെ കോഡിംഗ് പാറ്റേൺ ഒക്കെ ഡിഫറെൻ്റ് ആണല്ലോ. ബിക്കോസ് മറ്റേത് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ്, ഇത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം, അവരുടെ കോഡിംഗ് പാറ്റേണിൽ വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ തുടങ്ങി. പിന്നെ ഒരു 4 വർഷം അവിടെ തന്നെ ജേണി ഉണ്ടായിരുന്നു, ഇൻഫോസിൽ തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ, ഓക്കെ നമുക്ക് മൂവ് ഔട്ട് ചെയ്യണം. ബിക്കോസ് ഇത് മാത്രമല്ല, ഇനി എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട്, കാരണം ഒരു കമ്പനിയിൽ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഒബ്വിയസ് ആയിട്ടുണ്ടാവും. കാരണം ചിലപ്പോൾ നമ്മൾ പ്രോജക്റ്റ് ചേഞ്ച് വരുന്നില്ലെങ്കിൽ നമ്മളൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഡൊമൈൻ, ആ ഡൊമൈനിൽ മാത്രം നമ്മൾ ഒതുങ്ങിപ്പോവും. അതല്ല, ഇതിൽ കൂടുതൽ സാധനങ്ങൾ പുറത്തുണ്ട്, ഇനി എക്സ്പ്ലോർ ചെയ്യണമെന്ന് തോന്നിയപ്പോഴാണ് അടുത്തൊരു കമ്പനിയിലേക്ക് ഞാൻ നോക്കിയത്. അപ്പോഴാണ് HNR ബ്ലോക്ക് എന്ന് പറയുന്നൊരു കമ്പനി ട്രിവാൻഡ്രത്ത്
സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്ത് 8 വർഷമായുള്ളൂ. ഞാനിപ്പം 7 വർഷമായി എച്ച് എൻ ആർ ബ്ലോക്കിൽ വർക്ക് ചെയ്യുന്നത്. സോ ആ 1 വർഷം ആയി. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു, എന്താണ് എച്ച് എൻ ആർ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പം US ടാക്സ് ആണ് ചെയ്യുന്നത്. അപ്പം കുറച്ചും കൂടി എനിക്കൊരു ക്യൂരിയസ് ആയി. ബിക്കോസ് ഞാൻ അത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്ന റീറ്റെയിൽ അല്ലെങ്കിൽ ലോജിസ്റ്റിക് ഡൊമൈൻസ് മാത്രമാണ്. അപ്പം എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടാക്സ് ഡൊമൈൻ നോളജ് ഉള്ള ഒരു കമ്പനി അല്ലെങ്കിൽ ടാക്സ് ചെയ്യുന്ന ഒരു കമ്പനിയിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി വരിക എന്നുള്ളത്. അപ്പോൾ ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർഡായി. ഇൻ്റർവ്യൂ ഓട്ടോമേഷൻ പഠിച്ചു, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻ്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ പഠിച്ചു. പിന്നെ മാനുവൽ ടെസ്റ്റിങ്ങിൻ്റെ പല രീതിയിൽ എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. കാരണം ആ സമയത്ത് ഞാൻ ഇൻ്റർവ്യൂ ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ഇങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പോവാണ്. പിന്നെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ തന്നെ എന്നെ ആദ്യമായിട്ടിട്ട പ്രോജക്റ്റ് ഒരു മൊബൈൽ ആപ്പ് എന്നായിരുന്നു. അപ്പോൾ കുറച്ചും കൂടിയും എനിക്ക് ഒരു ഇതായി, കാരണം ഇത്രയും നാൾ വെബ് മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ മൊബൈൽ വന്നു. ഓക്കെ, മൊബൈൽ വരുമ്പോൾ iOS ആൻഡ്രോയിഡ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വേർഷൻസിന് സ്പെസിഫിക്കലി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷന് എന്തൊക്കെ ടെസ്റ്റിംഗ് ചെയ്യണം. അപ്പോൾ ഞാൻ വീണ്ടും ആലോചിച്ചു, ഓക്കെ വൈ ഓട്ടോമേഷൻ എന്താ ഇതിലില്ലാത്തതെന്നായിരുന്നു. അപ്പോൾ അവിടെ ഓട്ടോമേഷൻ ഉണ്ട്. സോ APM എന്ന് പറയുന്ന ഒരു ടൂൾ ഉപയോഗിച്ച് സെലീനിയം APM വെച്ചിട്ട് നമുക്ക് ജാവയിൽ തന്നെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കിയപ്പോൾ നമ്മുടെ ലീഡ്സിനോടൊക്കെ സംസാരിച്ച് നമ്മളൊരു ഓട്ടോമേഷൻ ഫ്രെയിം വർക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൾറെഡി നമുക്കൊരു ടീം ഉണ്ടായിരുന്നു ഓട്ടോമേഷൻ ഫ്രെയിം. ആ ഫ്രെയിം വർക്ക് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ മൊബൈൽ ഓട്ടോമേഷൻ്റെ ബിൽഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ആ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ആക്ച്വലി ഒരു സീനിയർ ടെസ്റ്റ് എഞ്ചിനീയർ എന്നുള്ള റോളിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്താണ് വളരെ യാദൃശ്ചികമായിട്ട് നമ്മുടെ ഒരു പ്രോജക്റ്റ്, ഒരാൾ മെറ്റർണിറ്റി ലീവിന് പോകേണ്ടി വന്നൊരവസ്ഥ വന്നപ്പോൾ ആ പ്രോജക്റ്റ് ആക്ച്വലി ആ സമയത്ത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു ബിക്കോസ് ആ ഒരു പ്രോജക്റ്റിൻ്റെ ഒരു നോളജ് വേണം, പ്ലസ് ടെസ്റ്റിങ്ങിൻ്റെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി വന്നത്. അപ്പോൾ എൻ്റെ മാനേജറായിട്ടുണ്ടായിരുന്ന ആൾ എന്നോട് ചോദിച്ചു, എനിക്കിത് ഏറ്റെടുക്കാൻ വേണ്ടി പറ്റുമോ? ഞാൻ പറഞ്ഞു ഓക്കെ. എനിക്ക് കിട്ടിയൊരു അവസരം യൂസ് ചെയ്യുക എന്നുള്ളത് IT ഫീൽഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ അത് നമുക്ക് കിട്ടാൻ ചാൻസസ് ഇല്ല. ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് ഞാനത് എടുത്തു. പക്ഷേ ആ സമയത്ത് ഞാൻ എടുക്കുമ്പോൾ എനിക്കിതിൻ്റെ ഡെപ്ത് എന്താണ് അല്ലെങ്കിൽ എത്രമാത്രമാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ബിക്കോസ് കിട്ടിയൊരു അവസരം അങ്ങ് എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. പിന്നെ അതിൽ വർക്ക് ചെയ്തപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് മാത്രമായിരുന്നു. ഒരൊറ്റ പ്രോജക്റ്റായിട്ടായിരുന്നു ആദ്യം ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ആദ്യം ആസ് ആൻ ആക്ടിങ് ലീഡ് എന്നുള്ള രീതിയിൽ വന്നു. പിന്നെ എനിക്ക് ലീഡ് ചെയ്തിട്ട് ഓക്കെ എന്തെങ്കിലും പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു അവസരം വന്നപ്പോഴാണ് ആക്ച്വലി എന്നെ ലീഡ് എന്ന് പറയുന്ന റോളിലേക്ക് അവർ കൺവേർട്ട് ചെയ്യുന്നത്. അതുവരെ ആക്ച്വലി അവർ കൺവേർട്ട് ചെയ്ത് അതും നല്ലതാണ്. ബിക്കോസ് എനിക്ക് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല എനിക്ക് അവസരം തരേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ ഞാൻ അവസരം, കാരണം ഒരുപാട് ആസ്പയറിംഗ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഐ ഷുഡ് പ്രൂവ് ദാറ്റ് ഐ ആം കേപ്പബിൾ ഓഫ് ദാറ്റ് അല്ലേ. അങ്ങനെയാണ്, അതാണ് IT ഫീൽഡിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള സാധനം. നമ്മൾ പ്രൂവ് ചെയ്യണം. അങ്ങനെയാണ് ആ പ്രോജക്റ്റിൽ തന്നെ ലീഡായിട്ട് വന്നൊരു പാസ്റ്റ് 3 ഇയേഴ്സിൽ ഞാൻ ആക്ച്വലി എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഓട്ടോമേഷൻ അതിൽ കൊണ്ടുവരിക, പിന്നെ പല രീതിയിലുള്ള ടെസ്റ്റിംഗ് പാറ്റേൺസ് അതിൽ യൂസ് ചെയ്യുക, പിന്നെ ക്വാളിറ്റി ബേസിൽ 0 പ്രൊഡക്ഷൻ ഇഷ്യൂസിൽ എത്തിക്കുക എന്നുള്ളത്. അതൊക്കെ നമ്മൾ ആസ് എ ടീമായിട്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്കൊരു നെക്സ്റ്റ് ലെവൽ ഇപ്പോൾ സീനിയർ ടെസ്റ്റ് ലീഡ് എന്നുള്ള ഒരു പോസ്റ്റിലേക്ക് എത്തിയത്. ഈ ഒരു ഹോൾ ജേണി നോക്കുമ്പോൾ ആക്ച്വലി ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ആക്സിഡൻറ്റിൽ എത്തിയ ഒരാളാണെങ്കിൽ പോലും ഇപ്പോൾ ശരിക്കും ഞാൻ ഈ ടെക്നോളജി ഇഷ്ടപ്പെട്ടുകൊണ്ട് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് മാറി. അതാണ് IT ഫീൽഡിൻ്റെ ഒരു മാജിക്. അതായത് നമ്മൾ ചെയ്യുന്നൊരു പ്രൊഫഷനെ നമ്മൾ പാഷനേറ്റ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഈസിലി നമുക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഞാൻ എന്നെ തന്നെ ഒരു പ്രൂഫായിട്ട് വെക്കുന്നതാണ്. ബിക്കോസ് ഫിസിക്സിൽ നിന്ന് ഒരു ബന്ധമില്ലാത്ത ITയിലെത്തി ഇന്ന് ഒരു സീനിയർ ടെസ്റ്റ് ലീഡ് ആവുന്നുണ്ടെങ്കിൽ ഞാനത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്. അപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിന് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് അതൊന്ന് പറയാമോ? ആക്ച്വലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് ലൈഫ് സൈക്കിൾ ഉണ്ട്. SDLC, അത് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ലൈഫ് സൈക്കിൾ. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ലൈഫ് സൈക്കിളും നമുക്കുണ്ട്. ഒരു റിക്വയർമെൻറ്റ് നമ്മുടെ ഇടയിലേക്ക് വരുമ്പോൾ തന്നെ നമ്മളിപ്പോൾ യൂഷ്വലി ചെയ്യുന്നത് നമ്മൾ ഒരു റിക്വയർമെൻറ്റ് ആസ് എ ടീമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഡെവലപ്പേഴ്സ് ഉണ്ടാവും, പ്രോഡക്ട്സ് ഉണ്ടാവും, ടെസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ റിക്വയർമെൻറ്റ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളിതിൻ്റെ ഒരു ടെസ്റ്റിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ടെസ്റ്റിംഗ് എത്രമാത്രം വേണം എന്നുള്ള ഒരു എസ്റ്റിമേഷനും കൂടി ആ സമയത്ത് തന്നെ നമ്മൾ എടുക്കും. ഏതൊക്കെ ടെസ്റ്റിംഗ് പാറ്റേൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഇതിൽ എത്രമാത്രം ഇൻ്റഗ്രേഷൻ, അതായത് വേറെ ആപ്ലിക്കേഷനുമായിട്ട് ഇൻ്റഗ്രേഷൻ ഉണ്ടെങ്കിൽ അത് എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ ഇതിൽ ഫിനാൻസ് അല്ലെങ്കിൽ മണി എന്ന് പറയുന്നൊരു സാധനം എത്രമാത്രം ഇൻവോൾവ് ആണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ ടെസ്റ്റിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ കൊണ്ടുവരണം. അങ്ങനെ ആ ഒരു ഫസ്റ്റ് ഫേസിൽ തന്നെ വി വിൽ ബി സ്റ്റാർട്ട് അനലൈസിങ് ദി scenarios or analyzing the requirement and we will be identifying the scenarios for that. അങ്ങനെയാണ് നമ്മളൊരു പാറ്റേൺ. അത് കഴിഞ്ഞ് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പാരലൽ എന്ത് ചെയ്യുന്നുണ്ട്, ടെസ്റ്റ് കേസ് എഴുതി തുടങ്ങാം. ബിക്കോസ് ബിസിനസ് എന്ന് പറയുന്ന സാധനം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഡെവലപ്മെൻറ്റ് മേ ബി ഡെവലപ്പേഴ്സിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതും മനസ്സിലാക്കിയിട്ടുള്ളതും
മേ ബി ടെസ്റ്റേഴ്സാണ്. ബിക്കോസ് ഒരു ഡെവലപ്പർ ചിലപ്പോൾ ചെയ്യുമ്പോൾ ഡെവലപ്പറിന് അവർക്ക് എന്താ പറയുക കൊടുത്തേക്കുന്ന ഒരു മേ ബി ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനാലിറ്റിയോ ഫീച്ചേഴ്സിൻ്റെ ഇടയിലായിരിക്കും മേ ബി അവരുടെ കോഡിങ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു ഫുൾ ലെങ്ത്ത് ചിലപ്പോൾ അവർ എത്രമാത്രം അറിഞ്ഞിട്ടുണ്ടാവും, അറിയുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല, പക്ഷേ എല്ലാവരും ചിലപ്പോൾ അത് നോക്കണം എന്നില്ല. പക്ഷേ ഒരു ക്വാളിറ്റി നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഒരു എൻഡ് ടു എൻഡ് പെർസ്പെക്റ്റീവ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ വഴിയിലൂടെ നമുക്കിതിലെത്താൻ പറ്റും, ഏതൊക്കെ വഴിയിലൂടെ നമുക്ക് പോകാൻ പറ്റും, അങ്ങനെയുള്ള എല്ലാ സിനാരിയോസ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഒരു എൻഡ് യൂസർ അല്ലെങ്കിൽ നമ്മളൊരു യൂസർ ഏതൊക്കെ വഴിയിൽ പോകുന്നു നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ ഒരു തരത്തിലുള്ള ബഗ്ഗും ഇല്ലാതെ ഒരു തരത്തിലുള്ള ഡിഫക്റ്റും ഇല്ലാതെ നമുക്ക് പ്രൊഡക്ഷനിലേക്ക് അത് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒബ്വിയസ്ലി അതൊരു പ്രശ്നമായിട്ട് നമുക്ക് തിരിച്ചു വരും. ഒരു പ്രശ്നം വരുമ്പോൾ ഒബ്വിയസ്ലി ക്വാളിറ്റിയുള്ള ആൾക്കാരാണ് ചോദിക്കുക, എന്തുകൊണ്ട് നിങ്ങളത് ടെസ്റ്റ് ചെയ്യില്ല എന്നേ ചോദിക്കുള്ളൂ. അപ്പോൾ ആ ഒരു ഐഡൻറ്റിഫൈ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ആ സിനാരിയോ ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറയുന്നതാണ് ഒരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ആളുടെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഇഫ് ഹി മിസ് സംതിങ് മേ ബി ദാറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഇമ്പാക്റ്റ് ഇൻ ദ പ്രൊഡക്ഷൻ. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അവർ ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ടെസ്റ്റ് കേസ് റൈറ്റിംഗ് എല്ലാം എഴുതും. മേ ബി വി വിൽ ഹാവ് എ കോൺവെർസേഷൻ വിത്ത് ഡെവലപ്പർ. അതായത് ചിലപ്പോൾ കാര്യങ്ങൾ ഡെവലപ്പേഴ്സിന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഇങ്ങനത്തെ ബിസിനസ് ആസ്പെക്ട്സും കൂടി ഇതിലുണ്ട്. ആൻഡ് തിരിച്ചും ഉണ്ടാവും. കാരണം കോഡ് നോക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചും കൂടി കൂടുതൽ ചിലപ്പോൾ മനസ്സിലാവും ഇതുപോലൊരു ഇൻറ്റഗ്രേഷൻ ഉണ്ട്, സാധ്യതയുണ്ട്. അപ്പോൾ അവർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ഈ ഒരു ടെസ്റ്റ് കേസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു കവേർഡ് ആയിട്ടുള്ള ഒരു ഫുൾ കവറായിട്ട് വരും എന്നുള്ളത്. അപ്പോൾ ഒരു മ്യൂച്വൽ കമ്മ്യൂണിക്കേഷനിലും മ്യൂച്വൽ ഡിസ്കഷൻസും കൂടി അവിടെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ ബാക്കിയുള്ള ടെസ്റ്റ് കേസസ് നമ്മൾ എഴുതുന്നു. വൺസ് അവരത് കംപ്ലീറ്റ് ചെയ്ത് അവർ യൂണിറ്റ് ടെസ്റ്റിംഗ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് QAയിലേക്ക് ഡിപ്ലോയ് ചെയ്യുമ്പോൾ തന്നെ നമ്മളത് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആദ്യത്തെ കാര്യം എന്തൊക്കെ പോസിറ്റീവ് സിനാരിയോസ് ആയിരിക്കും ആദ്യം ഉണ്ടാവുക. ബട്ട് ഡെഫിനറ്റ്ലി വിൽ ബി ചെക്കിങ് നെഗറ്റീവ് സിനാരിയോ ആസ് വെൽ. അതും വേണമല്ലോ. അതായത് നമ്മളോട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫീൽഡുണ്ട്, ആ ഫീൽഡിൽ ഓക്കെ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡ് മാത്രമേ എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ഫീൽഡ് മാത്രമല്ലല്ലോ ടെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ചിലപ്പോൾ നമ്പേഴ്സ് ഇട്ട് നോക്കും, ചിലപ്പോൾ നമ്മൾ ആൽഫ ന്യൂമറിക് ആയിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സ് ഇട്ട് നോക്കും. എന്നിട്ട് മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റും കൂടി, അതായത് എന്താ പറയുക, ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് ആയിട്ട് നിന്നുകൊണ്ട് ചിലപ്പോൾ ആ ആപ്ലിക്കേഷൻ നമ്മൾ കാണേണ്ടി വരും. അതായത് എല്ലാ നെഗറ്റീവ് സിനാരിയോസും കൂടി നോക്കി ഓക്കെ ഒരു രീതിയിലും ഇത് ബ്രേക്ക് ആവുന്നില്ല, ഒരു രീതിയിലും നമ്മുടെ ബിസിനസ് ബ്രേക്ക് ആവുന്നില്ല എന്ന് നമ്മൾ എൻഷുർ ചെയ്യേണ്ടി വരും. അത് എൻഷുർ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി പറയാൻ പറ്റും ഈ ഒരു പ്രോഡക്റ്റ് വിത്തൗട്ട് എനി ഇഷ്യൂ നമുക്ക് ക്വാളിറ്റിയിൽ പോകാൻ പറ്റുന്നുള്ളത്, ഐ മീൻ പ്രൊഡക്ഷനിൽ പോകാൻ പറ്റുന്നുള്ളത്. അവിടെ എവിടെയെങ്കിലും നമ്മളൊരു ഇഷ്യൂ കാണുകയാണ് നമ്മൾ ഇതുപോലെ ബഗ് ഇട്ട് അത് ഫിക്സ് ചെയ്ത് വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ ഔട്ട് ആൻഡ് ഔട്ട് ഫംഗ്ഷനാലിറ്റി, ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനാലിറ്റി മാത്രമല്ല അതിന് ചുറ്റുമുള്ള ഫംഗ്ഷനാലിറ്റി ഒന്നും എഫക്റ്റ് ചെയ്യാതില്ല എന്ന് എൻഷുർ ചെയ്തിട്ട് കൊടുക്കുന്നത്. അതിന് ഒരർത്ഥം എന്ന് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണോ അതിൻ്റെ തന്നെ ഇമ്പോർട്ടൻസ് ടെസ്റ്റിങ്ങിനുണ്ട്. ഡെവലപ്പറുടെ ഇമ്പോർട്ടൻസ് എന്താണോ അതേ ഇമ്പോർട്ടൻസ് ടെസ്റ്റേഴ്സിനും ഉണ്ട്. ബിക്കോസ് ഡെവലപ്പർ മേ ബി കോഡ് ലാംഗ്വേജ് ആണെങ്കിൽ ക്വാളിറ്റി ഉള്ളവർ ഒരു ബിസിനസ് ലാംഗ്വേജ് ആയിരിക്കും ചിലപ്പോൾ യൂസ് ചെയ്യുന്നത്. അതായത് സിനാരിയോ ഐഡൻറ്റിഫൈ ചെയ്യുക, ബിസിനസ് ആസ്പെക്ട്സ് നോക്കുക, ആൾക്കാരെ ഐ മീൻ എൻഡ് യൂസർ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നുള്ളത് നോക്കാം. മേ ബി ചിലപ്പോൾ ഞാനൊരു മൊബൈൽ ആപ്പാണ് ചെയ്യുന്നതെങ്കിൽ 2-3 സ്ക്രീൻസ് പോയിട്ട് മേ ബി ഇത് ക്രാക്ക് ചെയ്ത് നോക്കാം, ഒന്ന് ക്വിറ്റ് ചെയ്ത് നോക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ സ്ക്രീൻ സേവ് ആൻഡ് ക്ലോസ് അടിച്ച് വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കാം. എങ്ങനെ വേണമെങ്കിലും ഒരു എൻഡ് യൂസറിന് ബിഹേവ് ചെയ്യാമല്ലോ. ആ പാറ്റേൺസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത്രയും പെർമ്യൂട്ടേഷൻസിൽ ആ ഒരു കോമ്പിനേഷൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആക്ച്വലി നമുക്ക് ഒരു കംപ്ലീറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഏതെങ്കിലും ഒരു സാധനം മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രേക്ക് ആവും. അപ്പോൾ ടെസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ക്വാളിറ്റി എന്നുള്ള കാര്യത്തിൽ അറിയാമല്ലോ, പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മളെ ഒരു ഷർട്ട് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്വാളിറ്റിയുള്ള ഒരു ബ്രാൻഡ്, എന്തുകൊണ്ടാണ് ബ്രാൻഡ് എടുക്കുന്നത്? നമുക്കറിയാം അതിനൊരു ക്വാളിറ്റി ഉണ്ടാവുന്നു. അതുപോലെ നമ്മുടെ അപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ക്വാളിറ്റി ഉണ്ട്, അത് നമുക്ക് കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ഒരു ടെസ്റ്റർ അല്ലെങ്കിൽ ഒരു ലീഡ് എന്നുള്ള രീതിയിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മളെല്ലാ മേഖലയിലും IT എല്ലാ മേഖലയിലും നമ്മൾ AI ടൂളുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ ഇതുപോലുള്ള AI ടൂൾസ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാറുണ്ടോ? യെസ്, ഡെഫിനറ്റ്ലി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ AI എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് മേ ബി കുറച്ച് കാലത്തേക്ക് ഇനി അതിൽ കൂടുതൽ എന്തെങ്കിലും വരാനുണ്ടാവും ഒബ്വിയസ് ആയിട്ട്. ഇനി ലീഡ് ചെയ്യാൻ പോകുന്നത്, വേൾഡ് ലീഡ് ചെയ്യാൻ പോകുന്നത് തന്നെ AI ആയിരിക്കും. അപ്പം നമ്മളിപ്പോഴും മാനുവൽ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നൊരു കോഡിങ്, ഓട്ടോമേഷൻ ടെസ്റ്റിംഗ്, അതും വിത്ത് മാനുവൽ കോഡിങ് അങ്ങനെ മാത്രം ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ആ ഒരു സ്പീഡിലേക്ക്, അതായത് AI മൂവ് ചെയ്യുന്ന സ്പീഡിലേക്ക് എത്താൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഗിറ്റ്ഹബ് കോപ്പൈലറ്റ് പോലെയുള്ള AI അസിസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കോഡിങ് ലാംഗ്വേജസിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ടൂൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ AI ഉപയോഗിച്ച് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ റിക്വയർമെൻറ്റ് എന്താണോ ആ റിക്വയർമെൻറ്റ് നമ്മൾ ആ ടൂളിന് പറഞ്ഞു കൊടുക്കുവാണെങ്കിൽ
ദാറ്റ് പെർട്ടിക്കുലർ ടൂൾ വിൽ ബി ക്രിയേറ്റിംഗ് ടെസ്റ്റ് കേസസ് ഫോർ യു. എല്ലാ പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള സിനാരിയോസ് നമുക്ക് ആ ടൂൾ തന്നെ നമുക്ക് എന്ത് പാറ്റേൺ ആണ് വേണ്ടത് നമ്മളൊരു എല്ലാ ടൈം ശരിക്കും സേവ് ചെയ്യാൻ പറ്റും. പിന്നെ ഭയങ്കരമായിട്ട് അതല്ലെങ്കിൽ നമ്മൾ ഒരു അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ വായിച്ച് അത് മനസ്സിലാക്കി എന്തായാലും മനസ്സിലാക്കണം ബിസിനസ്സായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത്, ബട്ട് സ്റ്റിൽ മനസ്സിലാക്കി അത് ഓരോന്നായിട്ട് എഴുതി ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുന്ന വെച്ചാൽ കുറേ ഒരു ടൈം കൺസ്യൂം ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 80% മുകളിൽ കറക്റ്റായിട്ടുള്ള സിനാരിയോസ് ഒക്കെ നമുക്ക് കിട്ടും. 20% ഡെഫിനറ്റ്ലി ഇപ്പം നമ്മളൊരു മാനുവൽ എഫർട്ട് വേണ്ടി വരും. കാരണം അത് ഒരു മെഷീൻ ലേണിംഗ് പ്രോസസ്സിലേക്കായിരിക്കും ഉണ്ടാവുന്നത്. അതിന് മൊത്തമായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ മനസ്സിലാക്കി പഠിച്ച് വരുന്ന ഒരു ടൈം നമ്മൾ എന്തായാലും കൊടുക്കേണ്ടി വരും. അതുവരെ നമ്മൾ ആ 20% ടൈം നമ്മളത് റിവ്യൂ ചെയ്ത് അത് പ്രോപ്പറാണോ, അത് ഓക്കെ ആണോ, നമ്മുടെ ഒരു കോൺസെപ്റ്റിന് ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കമ്പനിയിൽ ഇപ്പം യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ കോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ കോപ്പൈലറ്റിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ കോപ്പൈലറ്റിൽ ഒരുപാട് മോഡ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു ഏജൻറ്റ് മോഡ് എന്ന് പറയുന്നൊരു പുതിയ കുറച്ച് നാളായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഏജൻറ്റ് മോഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വലി കോഡേ ചെയ്യണ്ട. നമുക്ക് ഓൾറെഡി നമ്മുടെ ക്ലാസ് ഫയൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പേജ് ഒബ്ജക്റ്റ് മോഡലും POM മെത്തേഡിലാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മളെല്ലാ എലമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷനാലിറ്റി ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താണോ ടെസ്റ്റ് സ്റ്റെപ്പ്, അപ്പം ഈ സ്ക്രീനിൽ നിന്ന് ഈ സ്ക്രീനിലേക്ക് പോകണം എന്നുള്ള കാര്യങ്ങൾ മാത്രം ഈ ഒരു കോപ്പൈലറ്റിനോട് പറഞ്ഞു കൊടുത്താൽ മതി. ബിക്കോസ് ആ ഏജൻറ്റിന് അറിയാം ഈ സ്റ്റെപ്പ് ഉപയോഗിക്കുമ്പോൾ ദിസ് ഫംഗ്ഷനാലിറ്റി ഷുഡ് കം ഹിയർ. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഒരു ക്ലാസ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് ആ ക്ലാസ് ഫയലിൽ എന്തൊക്കെയാണോ വേണ്ടത് ആ ടെസ്റ്റ് സ്റ്റെപ്പിനനുസരിച്ചിട്ട് കോഡിങ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരും. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതായത് ഈ AI അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ GitHub കോപ്പൈലറ്റിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ ടെസ്റ്റ് സ്റ്റെപ്പിൻ്റെ നമ്മളിപ്പം ഇന്ന് മേ ബി ലോഗിൻ സ്ക്രീൻ, അപ്പോൾ ഈ ലോഗിൻ ആണെങ്കിൽ അത് എന്താണ് ഏത് പെർട്ടിക്കുലർ സാധനമാണ് യൂസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി നമ്മൾ കോഡ് കമൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കും. അതായത് വൺസ് നമ്മളൊരു പേജ് ഒബ്ജക്റ്റ് മോഡൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു പേജിനകത്ത് നമ്മളൊരു ഫംഗ്ഷനാലിറ്റി ഒരു എലമെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഫംഗ്ഷനാലിറ്റി എഴുതുമ്പോൾ എന്താണ് ആ ഫംഗ്ഷനാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മളൊരു കോഡ് കമൻ്റ് ആയിട്ട് അതിൽ ആഡ് ചെയ്യും. ആ കോഡ് കമൻറ്റ് എന്താണോ നമ്മളിവിടെ കൊടുക്കുന്നത്, വൺസ് ഇത് കൊടുക്കുമ്പോൾ ഓക്കെ അറിയാം ഈ ഒരു പെർട്ടിക്കുലർ സ്റ്റെപ്പാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടതെന്ന്. ബാക്കിയൊക്കെ ചെയ്തോളും, നമ്മളൊന്നും അറിയണ്ട. അത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കോഡ് അറിയാലോ, ഒരു ഓട്ടോമേഷൻ കോഡ് ഒരു സിനാരിയോ കംപ്ലീറ്റ് ചെയ്ത് റൺ ചെയ്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിത്തൗട്ട് എനി ഒരു എററും ഇല്ലാണ്ട് എടുക്കാൻ വേണ്ടി മേ ബി ഒരു 1.5 hours നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ചെറിയൊരു സ്ക്രിപ്റ്റാണ് പറയുന്നത്, എടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വിത്തിൻ മിനിറ്റ്സ് നമുക്ക് കോഡ് കിട്ടി. നമ്മൾ റൺ ചെയ്തിട്ട് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ മാത്രം കറക്റ്റ് ചെയ്ത് വിട്ടാൽ മതി. മേ ബി 15 to 20 ഒരു ½ hour കൊണ്ട് നമുക്ക് ഒരു സിനാരിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത്രയും എളുപ്പത്തിലേക്ക് നമ്മളിത് മാറി. ആൻഡ് ഓൾസോ നമ്മുടെ ഒരു കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി ഇന്നോവേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന കമ്പനിയാണ്. അതായത് നമുക്കൊരു ഇന്നോവേഷൻ വീക്ക് ഉണ്ട്. അതായത് ആ ഇന്നോവേഷൻ വീക്കിൽ ക്വാളിറ്റിയിലുള്ള ആൾക്കാർക്ക്, അതായത് നമ്മളിപ്പോൾ ക്വാളിറ്റിയിലുള്ള ആളാണെങ്കിൽ പോലും നമുക്ക് ഡെവലപ്മെൻറ്റ് ഫേസിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്കൊരു ഐഡിയ ഉണ്ട്. ഓക്കെ, ഐ വാണ്ട് ടു ഡെവലപ്പ് സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ നമുക്കത് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അവിടെ തരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ കോപ്പൈലറ്റ് നമുക്ക് യൂസ് ചെയ്യാം. കോഡിങ്ങിന് വേണ്ടിയിട്ട് കോപ്പൈലറ്റ് യൂസ് ചെയ്യാം. എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് റിസോഴ്സസ് അവൈലബിൾ ആണ്. അവരോട് പോയി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് എന്താണ് വേണ്ടത്, ഇതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതായത് ഒരു ഫാസ്റ്റ് മൂവിങ് ആയിട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആക്ച്വലി നമുക്കൊരു ഡെവലപ്പർ ഒരു ടെസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു അതിർവരമ്പ് നമുക്കിപ്പോൾ ബ്രേക്ക് ചെയ്യാം. ബിക്കോസ് എവ്രി വൺ ക്യാൻ കോഡ് എന്നുള്ള രീതിയിലേക്ക് AI മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ. അതായത് എനിക്ക് നോളജ് മതി, അതായത് ബിസിനസ് നോളജ് വേണം, എനിക്കൊരു ലോജിക്കൽ നോളജ് വേണം, ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഓക്കെ ഇങ്ങനത്തെ ഒരു UI പേജ് വേണം, അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു നോളജ് വേണം. ബാക്കി കോഡിങ് പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അതൊക്കെ AI ചെയ്തോളും. നമ്മളതിൻ്റെ പ്രോംപ്റ്റ് കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റണം. ആ ഒരു ഐഡിയ കൃത്യമായിട്ട് ഇപ്പം ഒരു ക്യാൻവയുടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ക്യാൻവ കോഡ് എന്ന് പറയുന്നൊരു പുതിയൊരു ഇംപ്ലിമെൻറ്റേഷൻ അവർ AI വെച്ച് ചെയ്തു. അതിൽ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു UI പേജ് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. സിമിലർ മെത്തേഡ് തന്നെയാണ് നമ്മൾ, അതായത് നമ്മുടെ സൈഡിൽ GitHub കോപ്പൈലറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് UI ആണെങ്കിൽ UI ബാക്ക് എൻഡിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എല്ലാം നമ്മളിപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു ഡെവലപ്പർ എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നോക്കിക്കാണണം. ഓക്കെ, ഇത് എനിക്ക് ഡെവലപ്പ് ചെയ്യണം, അപ്പോൾ എനിക്കിത് പഠിക്കണം. അതായത് ടെസ്റ്റർ ഇസ് ബിക്കമിങ് എ ഡെവലപ്പർ. കോഡിങ് പഠിച്ച് ലാംഗ്വേജ് അറിയുന്നതുകൊണ്ട് കോഡിങ് പഠിച്ച് അങ്ങനെ മൂവ് ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി AI നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട് ഇപ്പോൾ. ഡെഫിനറ്റ്ലി അതൊക്കെ ഒരു പരിധി ഉണ്ടാകും. ബിക്കോസ് നോളജ് നമ്മുടേതല്ല യൂസ് ചെയ്യുന്നത് എല്ലാം. അപ്പം നമുക്ക് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തൊരു ലെവലിലേക്ക് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് AI കറൻ്റ്ലി യൂസ് ചെയ്യുന്നത് വളരെ ഡ്രാസ്റ്റിക്കലി ആണ്. അതിൻ്റെ ചേഞ്ച് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടാണ് പോകുന്നത്. ആൻഡ് എല്ലാ കമ്പനീസും ഇപ്പം അത് നന്നായിട്ട് ടെസ്റ്റിങ്ങിൻ്റെ ബേസിക് ആണെങ്കിലും നന്നായിട്ട് അത് യൂസ് ചെയ്യുന്നുമുണ്ട്. അടുത്തൊരു 5 വർഷം ഈ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് ഫീൽഡിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അഡ്വാൻസ്മെൻറ്റ്സ് എന്തൊക്കെയായിരിക്കും? മെയിൻ അഡ്വാൻസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഈ മാനുവൽ കംപ്ലീറ്റ്ലി മൂവ് ചെയ്ത് ഓട്ടോമേഷൻ
ഓക്കെ. അതിലേക്ക് മാറാനുള്ളൊരു ചാൻസ് ഉണ്ട്. ബിക്കോസ് മാനുവൽ ടെസ്റ്റിംഗ് തന്നെ ഇപ്പം എല്ലാവരും അതങ്ങനെ അത്ര പ്രൊമോട്ട് ചെയ്യുന്നില്ല. സ്റ്റിൽ വി ഹാവ്, ബിക്കോസ് നമുക്ക് ചില കാര്യങ്ങൾ മാനുവൽ ടെസ്റ്റിംഗ് വഴിയാണ് ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാനോ കണ്ടുപിടിക്കാനോ പറ്റുന്നുണ്ടാവുള്ളൂ ആദ്യത്തെ ഒരു ഫേസിൽ. ബട്ട് ഡെഫിനറ്റ്ലി ഒരു ലോങ്ങർ റണ്ണിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് എല്ലാം ഓട്ടോമേഷൻ ആയിരിക്കും. ഇപ്പം തന്നെ നമ്മൾ സ്മോക്ക് ആയാലും റിഗ്രഷൻ ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഓട്ടോമേഷൻ ടെസ്റ്റ് സ്ക്രിപ്റ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളൊരു പുതിയൊരു ഫംഗ്ഷനാലിറ്റി വരുമ്പോൾ മാത്രമാണ് മാനുവലി ടെസ്റ്റ് ചെയ്തിട്ട്, അതും ഒരു സ്പ്രിൻറ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നെക്സ്റ്റ് സ്പ്രിൻറ്റിൽ വരുമ്പോഴേക്ക് അത് ഫുൾ കംപ്ലീറ്റ്ലി നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യണം. അപ്പം ഗോയിങ് ഫോർവേഡ് കംപ്ലീറ്റ്ലി ഒരു ഓട്ടോമേഷൻ ആയിരിക്കും മെയിനായിട്ട് ഉണ്ടാവുക. ആൻഡ് ഇതുപോലെയുള്ള AI അസിസ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ എല്ലാ സ്ക്രിപ്റ്റിങ്ങും ചെയ്യാൻ പോകുന്നത്. അതായത് ഒരു ടൈം വളരെ നമ്മൾ കുറയ്ക്കാൻ പോവാണ്. അതായത് നമ്മളിപ്പോൾ ഒരു യൂഷ്വലി പറയുന്ന ഒരു N സ്പ്രിൻറ്റ് നടക്കുമ്പോൾ N-1 സ്പ്രിൻറ്റിൽ നമ്മളത് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ഇനിയിപ്പോൾ N സ്പ്രിൻറ്റ് നടക്കുമ്പോൾ N തന്നെ നമുക്കത് ഓട്ടോമേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു സ്പീഡ്, ഒരു മൂവ്മെൻറ്റ് AI കൊണ്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ടെസ്റ്റിങ്ങിൻ്റെ ഒരു വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെബ് മാറി എല്ലാം അധികം മൊബൈലിലേക്ക് മാറുകയാണ്. എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് മൊബൈലിൽ കിട്ടുന്നുണ്ട്. നമുക്ക് യൂഷ്വലി എല്ലാവരും യൂസ് ചെയ്യുന്നത് മൊബൈലാണ്, കൂടുതലും ലാപ്ടോപ്സിനും കമ്പ്യൂട്ടേഴ്സിനൊക്കെയാണ്. അപ്പോൾ മൊബൈൽ ടെസ്റ്റിങ്ങിൻ്റെയും കൂടി ഇപ്പോഴും ഉണ്ട്, ഇല്ല നല്ല സാധ്യതകൾ കൂടി കുറച്ചും കൂടി വർദ്ധിക്കുകയാണ്. അപ്പോൾ അതിലായിരിക്കും ഇനിയിപ്പോൾ കുറേ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, മൊബൈലിൽ നമുക്ക് ഓട്ടോമേഷൻ എങ്ങനെ ലെവറേജ് ചെയ്ത് കൂടുതൽ ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്വിയസ് ആയിട്ട് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് വരും. പിന്നെ ഒരു ടെസ്റ്റിംഗ് പെർസ്പെക്റ്റീവിൽ ഇപ്പം ക്രിയേറ്റ് ഒരു ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട് ടെസ്റ്റിങ്ങിന്. ഒരു റിക്വയർമെൻറ്റ് വരുന്നു, നമ്മൾ അനലൈസ് ചെയ്യുന്നു, ടെസ്റ്റ് കേസ് എഴുതുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് നമ്മൾ പാസ് ചെയ്യുന്നു, ഫെയിൽ ചെയ്യുന്നു, അങ്ങനെയുള്ളൊരു ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്. മേ ബി ഈ മെത്തേഡ്സ് ഇനി ചിലപ്പോൾ കുറച്ചും കൂടി സ്പീഡപ്പായിട്ട് പോകാനാണ് പ്ലാൻ. ബിക്കോസ് നമുക്ക് റിക്വയർമെൻറ്റ് കിട്ടുന്നു, നേരെ AI കൊണ്ടുപോകുന്നു, AI നമുക്ക് അതിൻ്റെ ടെസ്റ്റ് കേസ് എഴുതി തരുന്നു, നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാമല്ലോ. അതായത് നമുക്കൊരു സ്ക്രിപ്റ്റ് റൺ ചെയ്യുമ്പോൾ തന്നെ ആ സ്ക്രിപ്റ്റ് പാസ്സാണെങ്കിൽ നമുക്ക് നമ്മുടെ ഏതാണോ നമ്മുടെ മാനേജ്മെൻറ്റ് ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് അതിൽ തന്നെ പൈപ്പ് ലൈൻസോ അല്ലെങ്കിൽ ഒരു ഇത് ലിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ADOയിലോ അല്ലെങ്കിൽ നമ്മൾ ഏതാണോ മാനേജ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്യുന്നത് അതിൽ ഓട്ടോമാറ്റിക്കലി അത് പാസ് ഓർ ഫെയിൽ ആവും. നമ്മൾ മാനുവലി പോയി ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഒരു ക്ലിക്ക് മാത്രമായിരിക്കും ചെയ്യേണ്ടി വരിക. ബാക്കി റിസൾട്ടൊക്കെ നമുക്ക് കൃത്യമായി കിട്ടുന്ന രീതിയിലേക്കൊരു ഫാസ്റ്റ് മൂവിങ് ആയിരിക്കും ടെസ്റ്റിംഗ് ഫീൽഡ്. മൊത്തത്തിലൊരു ക്വാളിറ്റി അല്ലെങ്കിൽ മൊത്തത്തിലൊരു ആപ്ലിക്കേഷൻ ഫീൽഡ് അങ്ങനെയായിരിക്കും ഇനി പോകാൻ പോകുന്നത്. എന്നാണ് എൻ്റെ ഒരു വ്യൂ പോയിൻറ്റ്. ഓക്കെ. അപ്പോൾ ടെസ്റ്റിംഗ് ഫീൽഡിൽ ഒരുപാട് സ്റ്റേജുകളിലൂടെ ഒരുപാട് ഐട്രേഷനുകളിലൂടെ കടന്നു പോകാമെന്ന് ഇപ്പോൾ സാർ പറഞ്ഞല്ലോ. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? വർക്ക് ലൈഫ് ബാലൻസ് പറയുന്നത് ഓരോ കമ്പനീനെ അത് നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ആക്ച്വലി എൻ്റെ ഒരു കമ്പനി, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന എച്ച്ന ബ്ലോക്ക് എന്ന് പറയുന്ന കമ്പനി എംപ്ലോയിയുടെ വെൽനെസ്സിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇപ്പോഴും ഞാൻ ലാസ്റ്റ് ഒരു 8 years ആയിട്ടുള്ളൂ നമ്മൾ കമ്പനി ട്രിവാൻഡ്രത്ത് വന്നിട്ട് ഒരു എച്ച്ന ബ്ലോക്ക് എന്ന കമ്പനി എന്ന് പറഞ്ഞിട്ട് റൺ ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത്. ആക്ച്വലി 7 years എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ് US. ബട്ട് ഇവിടെ വന്നിട്ട് നമ്മളൊരു 8 years ആണ് ആയിട്ടുള്ളത്. അപ്പം കഴിഞ്ഞൊരു 5 years ആയിട്ട് തന്നെ നമ്മുടെ കമ്പനി എച്ച്ന ബ്ലോക്ക് എന്ന് പറഞ്ഞ കമ്പനി ഗ്രേറ്റ് പ്ലേസ് ടു വർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ്സ് കൊടുക്കുന്നുണ്ട് ഓരോ കമ്പനിയുടെ എംപ്ലോയീൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിനനുസരിച്ചൊക്കെ. അതിൻ്റെ നമ്മളൊരു മിഡ് സൈസ് കമ്പനിയുടെ നിലയിൽ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു നമ്മൾ. ബിക്കോസ് അത് തന്നെ പറയുന്നത് ഹൗ മച്ച് നമ്മളെ കമ്പനി എംപ്ലോയീസിനെ ട്രീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. ഞാനൊരു വർക്ക് ലൈഫ് ബാലൻസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി രാവിലെ എഴുന്നേറ്റ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഐ വിൽ ഗോ ആൻഡ് ചെക്ക് മൈ മെയിൽസ് ആൻഡ് ചെക്ക് മൈ ബോർഡ്സ്. എന്തൊക്കെ യൂസർ സ്റ്റോറീസ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ ടാസ്ക്കാണ് എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെ മെയിൽസിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്നുള്ള ഒരു ഫസ്റ്റ് അനലൈസ് ഞാൻ ചെയ്യും. അപ്പം തന്നെ എനിക്കറിയാം ഓക്കെ എൻ്റെ ഡേ ഇന്ന് ഇത്ര സമയത്തേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ളത്. അതിനനുസരിച്ചായിരിക്കും ഞാൻ എൻ്റെ ഡേ പ്ലാൻ ചെയ്യുന്നത്. മേ ബി രാവിലെ എനിക്കൊരു 2 hours അല്ലെങ്കിൽ 3 hours വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവുന്ന ടാസ്ക് മാത്രമേ ചില ദിവസങ്ങളിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കറിയാം ഓക്കെ ആഫ്റ്റർനൂൺ എനിക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ, എൻ്റെ പേഴ്സണൽ ടൈം സ്പെൻഡ് ചെയ്യാൻ, അതുപോലെ തന്നെ എൻ്റെ ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അവസരം ഉണ്ടാവും എന്ന് എനിക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ചില ദിവസങ്ങളിലുണ്ടാവും. ആൻഡ് ഓൾസോ ചിലപ്പോൾ നമ്മുടെ ഒരു വർക്ക് പാറ്റേൺ എന്ന് പറയുന്നത് ഭയങ്കരം എന്താ പറയുക, നമുക്ക് ഈസിലി അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്, ഭയങ്കര ഫ്ലെക്സിബിളാണ് അങ്ങനെ പറയാം. ബിക്കോസ് എൻ്റെ വൈഫും വർക്ക് ചെയ്യുന്നത് സെയിം കമ്പനിയിലാണ്. പുള്ളിക്കാരി ഒരു ടാക്സ് അനലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രണ്ടാളും ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് നമുക്കൊരു മോളുണ്ട്. ഇപ്പോൾ മോൾ 2 years ആവുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം ആക്ച്വലി ആളുടെ കെയർ നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. ബട്ട് അതേ സമയത്ത് നമ്മളെ വർക്കിനും അതുപോലെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനി തന്നേക്കുന്നൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതായത് രാവിലെ കൃത്യം 9:30 തന്നെ നമ്മൾ ജോയിൻ ചെയ്യണമെന്നില്ല. പക്ഷേ എല്ലാ മീറ്റിങ്സിലും കോൾസിലും നമ്മൾ ഡെഫിനറ്റ്ലി ജോയിൻ ചെയ്യണം. ബിക്കോസ് അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇൻ ബിറ്റ്വീൻ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള പേഴ്സണൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു
ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നുണ്ട് കമ്പനി. ബട്ട് ആ വർക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിപ്പോൾ രാവിലെ ഒരു 2 hours മേ ബി എനിക്കൊരു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു, എനിക്കത് പോകാൻ വേണ്ടിയിട്ടൊരു ബ്രേക്ക് എടുത്തു. മേ ബി ഐ വിൽ ബി വർക്കിംഗ് 2 hours ലേറ്റ് നൈറ്റ് ഫോർ കംപ്ലീറ്റിംഗ് മൈ ടാസ്ക്. അത് ഒബ്വിയസ്ലി ഉണ്ട്. പക്ഷേ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, അതായത് പേഴ്സണൽ ലൈഫ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫ്ലെക്സിബിലിറ്റി നമ്മുടെ കമ്പനി തരുന്നുണ്ട്. അത് ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ രണ്ടുപേരും മാത്രം ഉണ്ടാകുമ്പോൾ മോളെ നോക്കണം, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് കമ്പനി പറയണം ഓക്കെ യു ക്യാൻ ടേക്ക് ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ ഓർ യു ആർ ഫ്ലെക്സിബിൾ ടു വർക്ക്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രീഡം ഭയങ്കരമാണ്. പക്ഷേ അത് മിസ്യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് മിസ്യൂസ് ചെയ്യാതെ കമ്പനി വർക്ക് പ്ലസ് പേഴ്സണൽ ലൈഫ് അത് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറ്റുന്നുണ്ട്, ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളത്. അതുകൊണ്ടാണ് ആക്ച്വലി നമ്മൾ പ്രോപ്പറായിട്ട് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ കമ്പനി ഇപ്പം കംപ്ലീറ്റ്ലി നമ്മൾ ഓഫീസല്ല, കംപ്ലീറ്റ്ലി വർക്ക് ഫ്രം ഒരു ഹൈബ്രിഡ് മെത്തേഡാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓഫീസിൽ പോകുന്നത് ബിക്കോസ് ഐ ജസ്റ്റ് വാണ്ട് ടു ലേൺ മൈ ടീം, എങ്ങനെയാണ് എൻ്റെ ടീം പോകുന്നത്. ബിക്കോസ് ഞാനിപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റിലേക്ക് വന്നേക്കുകയാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പാറ്റേൺസ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എൻ്റെ ടീം എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെ പാറ്റേൺസിലാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ഞാൻ അവരെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് എൻ്റെ പ്രോജക്റ്റ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന് ഞാനിപ്പോൾ ഓഫീസിൽ പോകുന്നുണ്ട്. എൻ്റെ മാനേജേഴ്സ് എല്ലാവരും ഓഫീസിൽ വരുന്ന ആൾക്കാരാണ്. ബിക്കോസ് അവർ ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കൊളാബറേഷൻ ഭയങ്കര വ്യത്യാസമാണ്. അതായത് നമ്മൾ വെർച്വലി ആയിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാളും ഭയങ്കര വർക്കിൻ്റെ പ്രൊഡക്ടിവിറ്റി പോലും ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മാറ്റം വരും. അതായത് ഞാനിപ്പോൾ ഒരു സാധനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് എനിക്കൊരു ഡൗട്ട് വന്നു. ഞാൻ വെർച്വലിയാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരാളെ വെയിറ്റ് ചെയ്ത് പിങ് ചെയ്ത് അവർ റെസ്പോണ്ട് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്ത് അയാളെ കോൾ ചെയ്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. ഓഫീസിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് പോയൊരു അത് ചെയ്യാൻ പറ്റും. എങ്കിൽ പോലും നമുക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ഒരു ടൈം മാനേജ്മെൻറ്റും നമുക്ക് കിട്ടുന്നതുകൊണ്ട് വി ആർ ഏബിൾ ടു ബാലൻസ് അവർ വർക്ക് പ്ലസ് പേഴ്സണൽ ലൈഫ്. അതായത് നമുക്ക് രാത്രി ലേറ്റ് നൈറ്റൊക്കെ ഇരുന്ന് കോളൊന്നും അങ്ങനെ ഫോഴ്സ്ഫുള്ളി അറ്റൻഡ് ചെയ്യാനൊന്നും പറയാറില്ല. ബിക്കോസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൾ ഡെഫിനറ്റ്ലി അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മൾ അത് കോൾ എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. ബിക്കോസ് ഞാനിപ്പോൾ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളാകുമ്പോൾ എനിക്കറിയാം ഓക്കെ ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് കോൾ ഫോർ മീ, ഡെഫിനറ്റ്ലി ഐ വോണ്ട് ടു ജോയിൻ. അപ്പോൾ എന്തെങ്കിലും പേഴ്സണലായിട്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എനിക്ക് പറയാം എനിക്കൊരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ട്, ഐ എം നോട്ട് ഏബിൾ ടു ജോയിൻ ദ കോൾ ബിക്കോസ് ഐ വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് അപ്ഡേറ്റ് ഫ്രം ദി പിയേഴ്സ് ഓർ പീപ്പിൾ ഹു ആർ ജോയിനിങ് ദ കോൾ എന്ന് പറയാൻ പറ്റുന്നൊരു രീതിയിലുണ്ട് ഇപ്പോൾ. ബിക്കോസ് നമുക്ക് ആ ഒരു ഫ്രീഡം നമുക്ക് തരുന്നുണ്ട് നമ്മുടെ കമ്പനി. നോട്ട് ഫ്രീഡം എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ഫ്ലെക്സിബിലിറ്റി. ബിക്കോസ് നമ്മളത് നന്നായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ പേഴ്സണൽ വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് നമുക്കറിയാലോ മുമ്പോട്ട് നമുക്ക് ലൈഫ് പോകണമെങ്കിൽ വർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ ഒരു എംപ്ലോയി എൻഗേജ്മെൻറ്റ് ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്ത പ്രീവിയസ് കമ്പനി ആണെങ്കിൽ പോലും അവർ നമുക്ക് നമ്മുടെ എന്താണ് നമ്മുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടം അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ. മേ ബി നമ്മൾ IT ഫീൽഡ് മാത്രമാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാം, ഡാൻസിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാം, മേ ബി ഫിലിമിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നവർ, പെയിൻറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നവരാണ്, സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നവർക്ക് ഉണ്ടാവും. ഈ ഒരു ഇൻട്രസ്റ്റും കൂടി നമുക്ക് നമ്മുടെ വർക്കിൻ്റെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി നമ്മുടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാനിപ്പോൾ എൻ്റെ കമ്പനിയിൽ ജോയിൻ ചെയ്തപ്പോൾ തന്നെ നമുക്കൊരു ബാൻഡ് ഉണ്ടായിരുന്നു. ഞാനൊരു മ്യൂസിക് എന്തോസിയസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക്. അപ്പോൾ ഐ ഓൾസോ ട്രൈ ടു ജോയിൻ വിത്ത് അങ്ങനെ ഒരു സാധനം ഞാൻ ചെയ്യാറുണ്ട്. ആ ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത് മേ ബി എൻ്റെ കമ്പനി എനിക്കത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കാം. നമുക്കൊരു സ്പോർട്സ് ടീമുണ്ട്, മേ ബി ക്രിക്കറ്റ്, ഫുട്ബോൾ എല്ലാം. അവർക്ക് അത് കിട്ടുന്നത് അവരുടെ ആ ഒരു പാഷൻ അവർക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് മേ ബി ഇതുപോലെ ഒരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് സിസ്റ്റവും സപ്പോർട്ടിംഗ് ആയിട്ടുള്ളൊരു കമ്പനി ഉള്ളത് കൊണ്ടാണ്. അപ്പം തന്നെ നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിനെ അത് ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്യും. അതാണ് എൻ്റെ ഒരു തോട്ട്. അതായത് നമുക്ക് ഭയങ്കര പ്രഷറൈസ്ഡ് ആയിട്ട് ഓക്കെ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ വർക്ക് മാത്രമായിട്ട് നിൽക്കുമ്പോൾ നമുക്കതൊരു പ്രഷറൈസ്ഡ് വർക്കായിട്ട് നമുക്ക് തോന്നും. നമുക്കൊരു ഭയങ്കരമായിട്ട് നമ്മൾ എക്സോസ്റ്റഡ് ആയിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ പാരലലി നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണോ അതും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതും കൂടി നമ്മുടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അവസരം നമുക്ക് തരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ മൈൻഡും ബാലൻസ്ഡ് ആയിട്ട് നമ്മുടെ വർക്കും ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതാണ് എൻ്റെ ഒരു തോട്ട്. സോ പേഴ്സണൽ ലൈഫ് ആൻഡ് കമ്പനി അല്ലെങ്കിൽ ഒരു വർക്ക് ലൈഫ് എന്ന് പറയുന്ന ഒരു സാധനം രണ്ടും ബാലൻസ്ഡ് ആയിട്ട് തന്നെ കൊണ്ടുപോകണം. ഒരിക്കലും ഒന്ന് മുകളിൽ അല്ലെങ്കിൽ ഭയങ്കര മുകളിൽ അങ്ങനെയല്ല, രണ്ടും ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. അതിന് നമ്മുടെ കയ്യിൽ നിന്നാണ് ഒരു ഇനീഷ്യേഷൻ ഉണ്ടാവേണ്ടത്. വി വോണ്ട് ടു പ്ലാൻ അവർ ഡേ, വി വോണ്ട് ടു പ്ലാൻ അവർ വർക്ക്, വി വോണ്ട് ടു പ്ലാൻ അവർ പേഴ്സണൽ ലൈഫ് ആസ് വെൽ. ബിക്കോസ് നമുക്ക് ഓരോ സ്റ്റേജിൽ നമുക്കിപ്പോൾ ഒരു പേഴ്സണൽ ലൈഫിൽ ചിലപ്പോൾ ഒരു സ്റ്റേജിൽ കിട്ടേണ്ട മൊമെൻറ്റ് നമുക്ക് കുറേ കാലം കഴിഞ്ഞിട്ട് അത് കിട്ടില്ല. അത് എൻജോയ് ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് കിട്ടണം. അത് കിട്ടുന്നുണ്ടെങ്കിൽ
ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നത് നല്ലൊരു എൻവയോൺമെൻറ്റിലാണ്. അതർവൈസ് ഡെഫിനറ്റ്ലി വി വോണ്ട് ടു ചെക്ക് ഓക്കെ നമ്മൾ ഓക്കെ ആണോ, നമ്മുടെ പേഴ്സണൽ ലൈഫ് ഓക്കെ ആണോ എന്ന്. കാരണം പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, പല രീതിയിലുള്ള ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവുന്നത് മേ ബി അങ്ങനത്തെ ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസരത്തിലാണ് എന്നാണ് എൻ്റെ ഒരു തോട്ട്. അപ്പോൾ നമ്മൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ടൂളുകൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം. മെയിനായിട്ട് നമ്മളിപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് ആണെങ്കിൽ നമുക്ക് സ്പെസിഫിക്കലി ടൂൾസ് ഒന്നുമില്ല, നമ്മൾ ഏതാണോ ആപ്ലിക്കേഷൻ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓട്ടോമേഷൻ ടെസ്റ്റിങ്ങിലാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 11 ഇയേഴ്സ് ഒരു ജേർണി ഉണ്ടായിരുന്നു. ഈ 11 ഇയേഴ്സ് ജേർണിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓട്ടോമേഷൻ, ഞാൻ ആസ് എ സെഡ് ജാവ വിത്ത് സെലീനിയം ആണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അവിടുന്ന് സെലീനിയം ജാവ വെച്ച് തുടങ്ങി കുറേ നാൾ ഈ ഒരു ജാവ സെലീനിയം തന്നെ മുമ്പോട്ട് പോയ സമയത്ത് കുറേ തരത്തിലുള്ള മാറ്റങ്ങൾ വേൾഡ് വൈഡ് ആയിട്ടുണ്ടായി. അതായത് ജാവ എന്ന് പറയുന്ന സ്ക്രിപ്റ്റിന് പകരം C# എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കിട്ടി. ഇപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്ന C# സെലീനിയം എന്ന് പറയുന്ന, സെലീനിയമാണ് ടൂളായിട്ട് യൂസ് ചെയ്യുന്നത്, പക്ഷേ C# ആണ് ലാംഗ്വേജ് കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു റീസെൻറ്റ് 2 to 3 ഇയേഴ്സ്, അതായത് 2020 പ്ലെയറൈറ്റ് എന്ന് പറയുന്നൊരു പുതിയൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ പുതിയൊരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്ന സാധനം മൈക്രോസോഫ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ സെലീനിയത്തിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു. ഇപ്പോൾ എല്ലാവരും മൂവ് ചെയ്യുന്നത് പ്ലെയറൈറ്റിലേക്കാണ്. ബിക്കോസ് പ്ലെയറൈറ്റ് കുറച്ചും കൂടി ഈസിയാണ്, കോംപ്ലിക്കേറ്റഡ് അല്ല, മനസ്സിലാക്കാൻ എളുപ്പമാണ്. അതുപോലെ തന്നെ നമുക്ക്, അതായത് കോഡിങ് അറിയാത്തൊരാൾക്ക് പോലും മേ ബി പ്ലെയറൈറ്റ് കോഡ്സ് വായിക്കുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഓട്ടോമേഷൻ പെർസ്പെക്റ്റീവിലാണെങ്കിൽ സെലീനിയം അല്ലെങ്കിൽ പ്ലെയറൈറ്റ്, ഇപ്പം മൊബൈലാണെങ്കിൽ നമ്മൾ API-ത്തിൻ്റെയും കൂടി സഹായത്തോട് കൂടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതാണ് ഇപ്പം കറൻ്റ്ലി യൂസ് ചെയ്യുന്ന ടൂൾസ്. പിന്നെ ഇപ്പം API റിലേറ്റഡ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോസ്റ്റ്മാൻസ് യൂസ് ചെയ്യുന്നുണ്ട്, സ്വാഗേഴ്സ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ പല രീതിയിലുള്ള DB ടെസ്റ്റിങ്ങിനാണെങ്കിൽ ഏത് DB ആണോ പെർട്ടിക്കുലർ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. MySQL ആ പാറ്റേൺസിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ AI വരുമ്പോൾ ഇപ്പോൾ എല്ലാവരും പറയും IT മേഖലയിലായാലും തൊഴിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഒരുപാട് ലേ ഓഫുകൾ നടക്കുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിൽ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ ജോലി സാധ്യത വർദ്ധിക്കുമോ അതോ അത് കുറയാനാണോ സാധ്യത, എന്താണ്? നമ്മൾ ട്രഡീഷണൽ പാറ്റേൺസിൽ തന്നെ പോകുന്ന ഒരാളാണ്. എനിക്ക് മാനുവൽ ടെസ്റ്റിംഗ് ഓട്ടോമേഷനിലേക്ക് മൂവ് ചെയ്യാൻ ഞാൻ റെഡിയല്ല. പുതിയ തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ചേഞ്ച് ചെയ്യാൻ റെഡിയല്ല എങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബി മിസ്സിങ് എ ജോബ് അല്ലെങ്കിൽ യു ലൂസിങ് എ ജോബ്. ബിക്കോസ് എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെയുള്ള കോമ്പറ്റീഷൻ ആയാലും എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്ന പോലെയുള്ള ഡ്രാസ്റ്റിക് ചേഞ്ചസും IT ഫീൽഡിൽ ഉണ്ടാകുന്നുണ്ട്. എന്താണോ ആ ചേഞ്ച് മനസ്സിലാക്കി അത് പഠിച്ച് ആ ചേഞ്ചിനെ കൂടെ നമ്മൾ പോകാൻ പറ്റുന്നില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ജോലി പോവും. അത് തന്നെയാണ്. ബിക്കോസ് ഇപ്പോൾ AI വന്നു. ഇപ്പോൾ ഞാൻ ജസ്റ്റ് പറയാം, ഇപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് തന്നെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ ഫീൽഡിലുണ്ട്. അപ്പോൾ മാനുവൽ ടെസ്റ്റിംഗ് ഓട്ടോമേഷനിലേക്ക് മൂവ് ചെയ്തില്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ പല കമ്പനീസും മാനുവൽ ടെസ്റ്റേഴ്സിനെ എടുക്കുന്നില്ല. ഇൻ്റർവ്യൂ ചെയ്ത് പോലും അവരിപ്പോൾ ഇൻ്റർവ്യൂ ഇപ്പോൾ 2 to 3 ഇയേഴ്സ് എക്സ്പീരിയൻസിൽ തന്നെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ മാനുവൽ ടെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി പോലും വെക്കുന്നില്ല. ദേ ആർ ഓൺലി ലുക്കിംഗ് ഫോർ ഓട്ടോമേഷൻ എഞ്ചിനീയേഴ്സ്. അങ്ങനത്തെ പാറ്റേണിലേക്ക് ഇപ്പോൾ ഓൾറെഡി വന്നു. അതായത് മാനുവൽ ടെസ്റ്റേഴ്സിൻ്റെ തന്നെ സാധ്യതകൾ കുറഞ്ഞു വന്നു. ഇപ്പോൾ ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് മാത്രമായി. അതിൽ തന്നെ അവരിപ്പോൾ നോക്കുന്നത് പ്ലെയറൈറ്റാണ്. അതായത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജാവയായിരുന്നു, അവിടുന്ന് C# മാറി, അത് സെലീനിയ ആയിരുന്നു. അത് ഇപ്പോൾ പ്ലെയറൈറ്റിലേക്ക് വന്നപ്പോൾ ഞാൻ പ്ലെയറൈറ്റ് പഠിച്ച് അല്ലെങ്കിൽ C# പ്ലെയറൈറ്റ് കോഡ് ചെയ്തൊരു ഫ്രെയിം വർക്ക് ക്രിയേറ്റ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്യാൻ റെഡി ആവുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു പൊസിഷൻ ഇവിടെ കിട്ടുന്നത്. ഞാൻ ചേഞ്ച് ചെയ്യാൻ റെഡിയായില്ല, ഞാൻ മാറില്ല, ഞാൻ ജാവയിൽ തന്നെ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ C# മാത്രം അല്ലെങ്കിൽ സെലീനിയത്തിൽ മാത്രമേ നിൽക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ C# സെലീനിയം ചിലപ്പോൾ സൺസെറ്റ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ പ്ലെയറൈറ്റിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്നുള്ളൊരു കാലഘട്ടം വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ദേ വിൽ ബി ലൂസിങ് ഇറ്റ്. പിന്നെ AI വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു AI അവിടെ ഉണ്ട്. ബട്ട് AIനെ ശരിക്കും പ്രോംപ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടാവണം. നമ്മളിപ്പോൾ ഒരു ആനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ആനയുണ്ട്, ആന നന്നായിട്ട് നല്ല ആനയാണ്, ഒരു ഉത്സവത്തിന് കൊണ്ടുപോവാണ്. ആ ഉത്സവത്തിന് കൊണ്ടുപോകുമ്പം ആന ഇപ്പോൾ തുമ്പിക്കൈ നീട്ടണം അല്ലെങ്കിൽ ചിഹ്നം വിളിക്കണം, ചെവി ആട്ടണം എന്ന് നമുക്ക് അറിയാം. അത് പക്ഷെ പറഞ്ഞു കൊടുക്കാൻ നല്ല പാപ്പാനുണ്ടാവണം, അല്ലേ? അല്ലെങ്കിൽ അത് ചെയ്യില്ലല്ലോ. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ ചെയ്യേണ്ട ആവശ്യം. അതേപോലെ തന്നെയാണ് AI യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്യാൻ അറിയുന്ന, പ്രോംപ്റ്റ് ചെയ്യാൻ അറിയുന്ന, AIനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ടെസ്റ്റിങ്ങിലായാലും ഡെവലപ്മെൻറ്റിലായാലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമുക്ക് വേണം, അല്ലേ? ആ ആളായാൽ മതി നമ്മൾ. അതായത് AI അവിടെയുണ്ട്, ഓക്കെ, ഞാൻ AIനെ പഠിച്ച് അതെന്തൊക്കെയാണ് ചെയ്യുന്നത് മനസ്സിലാക്കി എനിക്ക് AIനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ഞാൻ എത്തണം. അങ്ങനെയാണ് നമുക്ക് അടുത്തൊരു ഫ്യൂച്ചറിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അവിടെ ഇരിക്കത്തുള്ളൂ. ബിക്കോസ് ഇന്നിപ്പോൾ AI ഉണ്ട്, നാളെ എന്താ വരാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ
എയുടെ മുകളിൽ എന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് എ എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓപ്പൺ എയുടെ തന്നെ കുറേ ടൂൾസ് വരുന്നുണ്ട്. ഇപ്പോൾ ജെമിനിയുടെ റിലേറ്റഡ് ആയിട്ട് കുറേ നമ്മൾ ആദ്യം കുറേ ഒരു ട്രെൻഡ് വന്നു. ജിബിലി എഫക്റ്റ് വന്നപ്പോൾ എല്ലാവരും അതിന് പുറകെ ഓടി. ഇപ്പോൾ ജെമിനി ഒരു പുതിയ എഫക്റ്റ് വന്നപ്പോൾ ജിബിലി എഫക്റ്റ് ഒഴിവാക്കി എല്ലാവരും ജെമിനിയുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അതിൽ തന്നെ കോമ്പറ്റീഷൻ വരുവാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അടുത്തൊരു ഇമേജസിനെ കമ്പൈൻ ചെയ്യാം. യെസ്, അതുപോലെ റിട്രോ സ്റ്റൈലുള്ള ഇമേജസ്. അതെ, അതായത് നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് എ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് കോഡ് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇതിനെ ലീഡ് ചെയ്യുന്നത് ഒരു ഹ്യൂമൺ ആയിരിക്കാം, അല്ലേ? ഒബ്വിയസ്ലി അവൻ്റെ തോട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ തോട്ടായിരിക്കാം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൂടാ, എന്തുകൊണ്ട് ഈ എനെ ഇതുപോലെ യൂസ് ചെയ്തുകൂടാ എന്നുള്ളത്. ആ ചിന്തിക്കുന്ന ആൾ നമ്മളായി മാറണം എന്നതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം. ബിക്കോസ് നാളെ ഞാനിപ്പോൾ പോകുമ്പോൾ ഓക്കെ നെക്സ്റ്റ് എൻ്റെ ടെസ്റ്റിങ്ങിലേക്ക് വരാൻ പോകുന്ന സാധ്യതകൾ ഇതൊക്കെയാണെന്ന് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനുവേണ്ടി ഞാൻ എങ്ങനെ എക്യുപ്ഡ് ആവണം. മേ ബി ഞാൻ ചിലപ്പോൾ ഒരു കോഴ്സ് ചെയ്യേണ്ടി വരും, ഞാനൊരു എ റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് ചെയ്യേണ്ടി വരും, ഞാൻ മെഷീൻ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു കോഴ്സ് ചെയ്യേണ്ടി വരും. എങ്കിൽ മാത്രമേ ചിലപ്പം അടുത്തത് വരുമ്പോൾ എനിക്കതിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ബിക്കോസ് കമ്പനി പെർസ്പെക്റ്റീവിൽ, ഓരോ കമ്പനി പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ എല്ലാ കമ്പനീസിനും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജി യൂസ് ചെയ്യണം, അല്ലേ? അല്ലെങ്കിൽ അവർ ഔട്ട്ഡേറ്റഡ് ആയി പോകുമല്ലോ. നമ്മൾ ആപ്ലിക്കേഷൻ ഇപ്പം ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കുറേ നാളെല്ലാവരും ChatGPT പുറകെ പോയി. അപ്പോൾ ജെമിനി വന്നപ്പോൾ ജെമിനിയുടെ പിറകെയാണ് പോകുന്നത്. അതൊരു കോമ്പറ്റീഷൻ ആക്കിയപ്പോൾ അവർ എന്ത് കൂടുതൽ ഫീച്ചർ അതർ ദാൻ ChatGPT കൊടുക്കാൻ പറ്റുന്നതായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവാം. അത് തന്നെ ആയിരിക്കും ഇവിടെയും ചിന്തിക്കുന്നുണ്ടാവാം. അതായത് ഇപ്പോൾ AI വെച്ചിട്ട് നമ്മൾ കോഡിങ് ചെയ്തു, അടുത്ത് എന്തായിരിക്കും ചിന്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ അടുത്ത് എന്തായിരിക്കും കൊടുക്കാൻ പറ്റുമെന്നായിരിക്കും ഈ കോമ്പറ്റീറ്റേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യുന്നവർ ചിന്തിക്കുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ അതുപോലെ ചിന്തിക്കണം. ഓക്കെ, അടുത്തത് ഞാൻ എക്യുപ്ഡ് ആവണമെങ്കിൽ ഞാൻ എന്ത് പഠിക്കണം, ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജ് പഠിക്കണം. അപ്പോൾ പൈത്തൺ പഠിക്കണം. ഓക്കെ, പൈത്തൺ അടുത്ത പൈത്തണിലാണ് വരാൻ പോകുന്നത്. ഓക്കെ, എനിക്ക് പൈത്തൺ പഠിച്ചേ പറ്റുള്ളൂ. ബിക്കോസ് എനിക്ക് ഈ കമ്പനി അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് വേണം, എനിക്ക് ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കണമെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് മാത്രമേ ഉള്ളൂ. എവിടെയാണോ നമ്മൾ ലേണിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നത് അവിടെ നമ്മളും സ്റ്റോപ്പായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ പുസ്തകത്തിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വായിക്കുന്നവരാണ്. നമ്മളിപ്പോഴും വായിക്കുമ്പോൾ എല്ലാവരും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിൽ ഉണ്ടാകുന്ന കഥകളൊക്കെ വളരെ നമ്മൾ പോലും ചിന്തിക്കാത്ത കഥകളൊക്കെ വരുന്നുണ്ട്. പഴയ കാലത്തെ പുസ്തകം തന്നെയാണ് നമ്മളിപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ പറയും ഓക്കെ ഇതൊക്കെയാണ് ഇവിടുത്തെ കഥ എന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. ഇപ്പോൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ പുസ്തകത്തിലും AI റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു, AI റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നു, അതുകൊണ്ട് എങ്ങനെ ചെയ്യാമെന്ന് വരുന്നു. അങ്ങനെയുള്ള സാധനങ്ങൾ അവിടെയും വരുന്നുണ്ട്. അതായത് എല്ലാ ഫീൽഡിലും, ഈവൻ നമ്മൾ വിചാരിക്കാത്ത ഫീൽഡുകളിൽ പോലും ഈ ഒരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ അതിനനുസരിച്ച് മാറിയിട്ട് പഠിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ എന്താണോ വരാൻ പോകുന്നത് അതിൻ്റെ മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ട് നമുക്ക് മാറാൻ പറ്റണം. എങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സ്ഥലത്തും ജോലി പോവില്ല, നമുക്കൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റ്ലി നമ്മളെ അന്വേഷിച്ച ആളുകൾ വരുന്ന രീതിയിലേക്ക് വരും. ബട്ട് നോളജ് ഇസ് പവർ എന്ന് പറയുന്ന പോലെ ആ നോളജ് പക്ഷേ പവറായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവണം. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഒബ്വിയസ് ആയിട്ട് മാറും. ബിക്കോസ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ടാക്സ് കമ്പനിയാണെന്ന് പറഞ്ഞില്ലേ, ടാക്സിൻ്റെ കാൽക്കുലേഷൻസും ഓരോ വർഷം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് നമ്മൾ മാറണമല്ലോ, മാറ്റിക്കൊണ്ടിരിക്കണം, കാൽക്കുലേഷൻ മാറ്റിക്കൊണ്ടിരിക്കണം. നമ്മുടെ ബാക്ക് എൻഡിൽ ഉണ്ടാകുന്ന കാൽക്കുലേഷൻ സ്പീഡായിരിക്കണം. ബിക്കോസ് ലാസ്റ്റ് മൊമെൻറ്റൊക്കെ ചിലപ്പോൾ ചേഞ്ചസ് വരും, അല്ലേ? ഇപ്പോൾ ഇന്ത്യൻ നമ്മൾ ITR തന്നെ നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് ചിലപ്പോൾ അവർ പറയും ഓക്കെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമ്മളതിനനുസരിച്ച് നമ്മുടെ ആപ്ലിക്കേഷനിൽ ആ എക്സ്റ്റൻഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ആപ്ലിക്കേഷൻ ചെയ്യണമല്ലോ. അതേപോലെ ക്വിക്കായിട്ട് നമ്മൾ മാറണം, അല്ലെങ്കിൽ ക്വിക്കായിട്ട് ചേഞ്ചസിനെ അക്സെപ്റ്റ് ചെയ്ത് ആ ചേഞ്ചസിനനുസരിച്ച് നമ്മൾ മാറാൻ റെഡിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സ്ഥലത്തും ജോലി പോവില്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞാൽ പഠിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടാകണം. നാളെ ഞാനിപ്പോൾ ഓക്കെ ഞാൻ മതിയാക്കുകയാണ്, എൻ്റെ പഠനം ഇവിടെ നിർത്തുകയാണ്, എനിക്കിതുവരെ മതി എന്ന് നിർന്നു കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ കരിയർ പ്രോഗ്രഷനും അവിടെ വരെ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്, അതിന് മുകളിലേക്കില്ല. അതായത് എന്ത് AI വന്നാലും എന്ത് മെഷീൻ ലേണിംഗ് വന്നാലും ഇനി എന്ത് ടൂൾ വന്നാലും നമുക്കവിടെ വർക്ക് ഉണ്ട്, പക്ഷേ നമ്മളത് പഠിച്ചിരിക്കണം എന്ന് മാത്രമേ. ഇപ്പോൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങിൽ ഇപ്പോൾ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഉപദേശങ്ങൾ എന്താണുള്ളത്? ഉപദേശം എനിക്ക് ഉപദേശം കൊടുക്കാൻ ഞാനൊരു ആളല്ല. ബിക്കോസ് എന്നെക്കാൾ സീനിയർ, എനിക്ക് ആ 11 years എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അത് മേ ബി ഒരു ചെറിയ എക്സ്പീരിയൻസ് ആയിരിക്കാം ക്വാളിറ്റി പെർസ്പെക്റ്റീവിൽ. ബട്ട് സ്റ്റിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ടെസ്റ്റിങ്ങിലേക്ക് ക്വാളിറ്റിയിലേക്ക് വരുന്ന ഒരാൾ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ലൊരു അനലൈസിങ് സ്കില്ലാണ്. ഒരു ചെറിയൊരു പോയിൻ്റ് കാണുമ്പോൾ തന്നെ ആ പോയിൻറ്റിന് ചുറ്റുപാടും അനലൈസ് ചെയ്ത് ആ പോയിൻറ്റിലേക്ക് എങ്ങനെ എത്താം, ആ പോയിൻറ്റിലേക്ക് എങ്ങനെ എത്താതിരിക്കാം എന്നുള്ളൊരു അനലൈസിങ് സ്കില്ലുണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് ഒരു ബിസിനസ് നോളജ്. ഒരു സാധനം കിട്ടുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്ന ഒരാളാണ്.
നമുക്കറിയാലോ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ആഡ്സ് വരാറുണ്ട് അല്ലേ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ ആഡ്സ് വരുന്നുണ്ടല്ലോ. അത് അവരുടെ കണക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററി എല്ലാം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുന്ന എപ്പോഴും ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിലൂടെ ആലോചിക്കും. അതായത് ഓക്കെ, ഇങ്ങനൊരു സാധനം വന്നു, നമ്മൾ സെർച്ച് ചെയ്തു, ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു ആഡ് വന്നു, ആ ആഡ് വരണം എങ്കിൽ ആ ആഡ് തന്നെ വരണം എങ്കിൽ അവരുടെ ഒരു ബിസിനസ് മെൻറ്റാലിറ്റി ഉണ്ട്. ബിക്കോസ് ഈ പ്രോഡക്റ്റ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കണം. അത് വാങ്ങിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുറേ നേട്ടങ്ങളുണ്ടാവും, ഒബ്വിയസ് ആയിട്ട് ഉണ്ടാവുമല്ലോ. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാമിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഫീച്ചേഴ്സൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ ആപ്ലിക്കേഷൻ എന്തെങ്കിലും ലാഭമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ലാഭം എന്നിങ്ങനെയുള്ള ഒരുപാട് ചിന്തകളുണ്ടാവും എൻ്റെ ഉള്ളിൽ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. മേ ബി ഞാൻ ചിലപ്പോൾ ഒരു ലോഗിനിൽ ഞാൻ എൻ്റെ ഒരു ഐഡിയും പാസ്വേഡ് അടിക്കുമ്പോൾ ഡു യു വോണ്ട് ടു സേവ് ദിസ് പാസ്വേഡ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും നവറായിട്ട് കൊടുക്കും. ബട്ട് സ്റ്റിൽ ഞാൻ ആലോചിക്കാറുണ്ട്, അവർ ഓൾറെഡി നമ്മൾ ആ പ്രോംപ്റ്റിൽ നമ്മുടെ ഐഡിയും പാസ്വേഡും വെച്ചിട്ടാണ് തരുന്നത് അല്ലേ. മേ ബി അത് മാസ്ഡ് ആയിരിക്കാം സ്റ്റിൽ, പക്ഷേ അത് ചിലപ്പോൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഓക്കെ, ഇവർക്ക് ഒരു ഡെവലപ്പർ ആയിരിക്കുമല്ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, നമുക്കറിയാം എങ്ങനെയാണ് ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡെവലപ്പേഴ്സ് ഇത് മാസ്ക് ചെയ്യുന്നത്, ഇവർക്ക് അൺമാസ്ക് ചെയ്യാൻ ഇത് വലിയ പ്രശ്നമുള്ള കാര്യമല്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് രീതിയിലുള്ളൊരു തോട്ട് പ്രോസസ്സ് ഒരു ആപ്ലിക്കേഷൻ കിട്ടുന്ന സമയത്ത് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാവാറുണ്ട്. അതേപോലെ ഒരു ബിസിനസ് രീതിയിൽ ഇപ്പോൾ ഒരു ലോജിസ്റ്റിക്സിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു സാധനം നമ്മൾ പർച്ചേസ് ചെയ്തു, അത് കാർട്ടിലേക്ക് ഇട്ടു, ആ കാർട്ടിൽ നമ്മൾ കുറേ നാൾ ചിലപ്പോൾ നമ്മൾ കിടക്കും, ചിലപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരും കുറേ നാളെ നമ്മുടെ ഈ കാർട്ടിലിരിക്കുന്നു, നിങ്ങളിത് വാങ്ങുന്നുണ്ടോ. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് പ്രോസസ്സിലേക്ക് പോകുമ്പോൾ ഓക്കെ പേയ്മെൻറ്റ് എത്തി, എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരാം കുറേ പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉണ്ടാവും, അതിലേത് പേയ്മെൻറ്റ് മെത്തേഡായിരിക്കും ഞാൻ യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഒരു ബിസിനസ് പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഒരു കാർട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ, ഒരു ലോജിസ്റ്റിക് ആണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഏതൊക്കെ പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്യണം, എന്തുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല, ഇങ്ങനെ ബിസിനസ്സിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള ഒരു ചിന്ത തോട്ട് ഇത് ഒരു ടെസ്റ്റർക്ക് എന്തായാലും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. പിന്നെ പോസിറ്റീവ്സ് കാണുന്നത് പോലെ നെഗറ്റീവ്സും കണ്ടുപിടിക്കണം. അതായത് അത് ഓക്കെ, ഒരു പോസിറ്റീവ് വഴി മാത്രം പോയ ഒരാൾക്ക് നല്ലൊരു ടെസ്റ്റർ ആവാൻ പറ്റില്ല. നെഗറ്റീവ് സിനാരിയോസും കണ്ടുപിടിച്ച് ആ നെഗറ്റീവ് സിനാരിയോസ് ഇതിൽ വർക്ക് ആവുന്നില്ല എന്ന് നമ്മൾ എൻഷുർ ചെയ്യണം. കാരണം ചിലപ്പോൾ അറിയാം ഒരു ആപ്ലിക്കേഷൻ എടുക്കുകയാണെങ്കിൽ ആ ആപ്ലിക്കേഷൻ തന്നെ നമുക്കറിയാം ഒരുപാട് ഹാക്കേഴ്സൊക്കെ ഹാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നൊരു സാധനമാണ്. അവർ എവിടെയാണ് ലൂപ്പ് ഹോൾസ് ഉള്ളതെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുന്ന ആളാണ്. ആ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് ആദ്യം തന്നെ അടച്ച് വെക്കേണ്ടത് ഒരു ടെസ്റ്ററിൻ്റെ ചുമതലയാണ്. മേ ബി സെക്യൂരിറ്റി ആണെങ്കിൽ സെക്യൂരിറ്റി ടെസ്റ്റർ ആയിരിക്കും ചെയ്യുന്നത്, ആപ്ലിക്കേഷൻ ആണ് UI ആണെങ്കിൽ നമ്മൾ UI ആയിരിക്കും ചെയ്യുന്നത്, ബാക്ക് എൻഡ് വാലിഡേറ്റ് ചെയ്യുന്ന ആളാണ് ബാക്ക് എൻഡ് ആയിരിക്കും ചെയ്യുന്നത്, DB വാലിഡേറ്റ് ചെയ്യുന്നവരാണ് DB ആയിരിക്കും ചെയ്യുന്നത്. അവർക്ക് ഏതാണോ അവരുടെ റെസ്പെക്റ്റീവ് മേഖല അത് അവർ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇത് ഫസ്റ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒബ്വിയസ് ആയിട്ട് നമ്മളൊരു ക്വാളിറ്റി അനലൈസ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതൊരിക്കലും തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ മൂന്നാമതൊരാൾക്ക് അത് കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ടെസ്റ്ററുടെ പരാജയമാണ്. അപ്പം നന്നായിട്ട് ഒരു സാധനം അനലൈസ് ചെയ്യുക, നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക, ബിസിനസ് നോളജ് മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുക. പിന്നെ ദ ഫസ്റ്റ് വൺ ഹൂ ഐഡൻറ്റിഫൈ ബഗ് ഷുഡ് അസ്. ചില ആൾക്കാരുണ്ട്, അതായത് ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു സാധനം, ആപ്ലിക്കേഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ഡിഫക്റ്റ് കിട്ടി അവർക്ക് പെട്ടെന്ന് പേടിയാണ്. അയ്യോ ഡിഫക്റ്റ് കിട്ടി, ഒരു ടെസ്റ്റർക്കാണ് പേടി. പക്ഷേ ടെസ്റ്റർ ഒരിക്കലും ഒരു ബഗിനെ പേടിക്കരുത് അല്ലെങ്കിൽ ഡിഫക്റ്റിനെ പേടിക്കരുത്. അവൻ്റെ വർക്കാണ് ആ ഡിഫക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അത് മാക്സിമം ഐഡൻറ്റിഫൈ ചെയ്യുക. ഈവൻ ഇറ്റ് ഇസ് എ സ്മോൾ P4 അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന കോസ്മെറ്റിക് ബഗ് അല്ലെങ്കിൽ കോസ്മെറ്റിക് ഡിഫക്റ്റ് ആയിക്കോട്ടെ, അതുപോലും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ അനലൈസിങ് സ്കില്ല് മാറണം. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഒരു അല്ലെങ്കിൽ നമ്മൾ പേടിച്ച് നിൽക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ പറയാമെന്ന് വെച്ചാൽ ക്വാളിറ്റി ടെസ്റ്റർ അല്ലെങ്കിൽ അനലൈസർ എന്ന് പറയുന്ന ഒരാൾക്ക് ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ആ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പോകുന്നത് നമ്മളായിരിക്കണം. അതിനുള്ള നോളജ് നമ്മൾ അക്വയർ ചെയ്യാൻ പറ്റണം. ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ആ കോഴ്സ് ഇപ്പം ഓട്ടോമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഒരുപാട് യുഡമിയിലായാലും മറ്റ് പല സൈറ്റ്സിലും കോഴ്സസ് ഉണ്ട്. ആ കോഴ്സസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് അത് പ്രാക്ടിക്കലി നമ്മൾ ഹാൻഡ്സ് ഓൺ ചെയ്ത് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളായാൽ ഒബ്വിയസ്ലി ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നിങ്ങൾ പേടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ്. അതായത് ഇങ്ങോട്ട് വരാൻ, ക്വാളിറ്റിയിലേക്ക് വരാൻ. കാരണം എല്ലാവരും ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ക്വാളിറ്റി എന്ന് കൊടുക്കുമ്പോൾ എല്ലാവരും ആദ്യം ഡെവലപ്മെൻറ്റ് ചൂസ് ചെയ്യുള്ളൂ, ക്വാളിറ്റി ചൂസ് ചെയ്യില്ല. ടെസ്റ്റർ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഇതുണ്ട്, ടെസ്റ്റിംഗ് അല്ലേ എന്നുള്ള ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഡെവലപ്മെൻറ്റിന് എന്താണോ ഇമ്പോർട്ടൻസ് ഉള്ളത് അത്ര തന്നെ അതിനേക്കാൾ അല്ലെങ്കിൽ ക്വാളിറ്റി പെർസ്പെക്റ്റീവിൽ ടെസ്റ്റർക്ക് ആ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഡോർസ് ആർ ഓപ്പൺ, എക്യുപ്ഡ് വിത്ത് നോളജ്, കം ടു IT. അതാണ് ഞാൻ പറയാം.